ആനഭീതിയിലെ ഒരു ഗ്രാമം, ആനകളെ പേടിച്ച് ജനങ്ങൾ കഴിയുന്ന ആ ഒരു ഗ്രാമത്തിലോട്ട് പോകാം. ഇവിടെ ഇപ്പോൾ ധാരാളം കമ്പി വേലികൾ കാണാം. കുറെ കാലം മുൻപ് വരെ ഇതുപോലുള്ള കമ്പി വേലികളൊന്നും ഇല്ലായിരുന്നു. ഇത് ഒരു വശത്ത് വലിയ ഫോറസ്റ്റ് ആണ്. അവിടെ നിന്ന് ആനകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള ഇലക്ട്രിക് കമ്പി വേലികൾ സ്ഥാപിച്ചിരിക്കുന്നത്. സോളാർ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് ഈ വേലികൾ നിർമ്മിച്ചിരിക്കുന്നത്. കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഗാർഡും ഈ ഗ്രാമവുമായി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ആനകൾ ജനവാസ മേഖലകളിലോട്ട് ഇറങ്ങുകയും പിന്നീട് ആനകൾ തിരികെ പോകാതെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ മുന്നോട്ട് വരികയും ആനകളെ കാട്ടിലോട്ട് തുരത്തി ഓടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയതും അതിന് നേതൃത്വം നൽകിയ ജോജോ തോമസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. എന്തൊക്കെയായിരുന്നു ശരിക്കും സംഭവിച്ചത്? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ജീവനും സ്വത്തിനും ഒരു പൗരൻ, ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട സംരക്ഷണം അത് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ വളരെ രൂക്ഷമായിട്ടുള്ള കാട്ടാനശല്യം ഇവിടെ ഉണ്ടായി. അപ്പോൾ ഈ മുള്ളരിങ്ങാട് ഭാഗത്തേക്കാണ് ആനകൾ ആദ്യം ഇറങ്ങി വന്നത്. അതിനുശേഷമാണ് ഇതര പ്രദേശങ്ങളിലേക്ക് അത് സ്പ്രെഡായത്. അപ്പോൾ ഈ മുള്ളരിങ്ങാട് ഭാഗത്ത് ആനകൾ വന്നപ്പോൾ അത് വന്ന സോഴ്സ് എന്ന് പറയുന്നത് കാഞ്ഞിരവേലി ഭാഗത്തു നിന്നാണ്. കാഞ്ഞിരവേലി എന്ന് പറയുന്ന ഇടുക്കി ജില്ലയുടെ ഭാഗമാണ്. അവിടുന്ന് ചെമ്പൻകുഴി വഴി പൊട്ട എന്ന് പറയുന്ന മലനിര വഴിയാണ് ആനകൾ ഇറങ്ങി വന്നത്. ഇങ്ങോട്ട് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് തീറ്റയില്ലാതെ ഞങ്ങളുടെ ഈ ജനവാസ മേഖലയിലേക്ക് അത് ഇറങ്ങി വരാനാണ്. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. എത്രത്തോളം പ്രയോജനം വരും എന്നറിയുമ്പോൾ നമ്മൾ നിർത്താൻ നിൽക്കുന്നത് ആനാണ്, കാട്ടാനയല്ലേ. അല്ല, കന്നാലി പോത്താണെങ്കിൽ നമുക്ക് കയറിട്ട് പിടിച്ചോണ്ട് പോകാം. ഒരു കല്യാണം നടക്കുന്നില്ല. കാരണം ഒരപ്പന്മാരും പെൺമക്കളെ ഈ വനമേഖലയിലേക്ക് അല്ലെങ്കിൽ ആനശല്യമുള്ള ഭാഗത്തേക്ക് കെട്ടിച്ചു വിടാൻ തയ്യാറായില്ല. ഒരു ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല. ഒരു കൃഷി ചെയ്താൽ ആന തരത്തില്ല. ബാങ്കുകൾ പോലും ഏരിയ നെഗറ്റീവ് ആക്കുന്നു. റോഡ് നടക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ പറ്റുന്നില്ല. ആനകൾ റോഡിൽ നിലയുറപ്പിക്കുന്നു. കുട്ടികളെ പഠിക്കാൻ വിടാൻ പറ്റുന്നില്ല. വിവിധ പ്രശ്നങ്ങൾ ഇവിടെ രൂക്ഷമായപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട CCFനെയും മുഖ്യമന്ത്രിയെയും വനമന്ത്രിയെയും കേന്ദ്ര വനമന്ത്രിക്ക് വരെ മെയിൽ അയക്കുകയും ഞങ്ങൾ ബാക്കി എല്ലാ സമരപരിപാടികൾ സംഘടിപ്പിക്കുകയും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് പിക്കറ്റ് ചെയ്യുക, അങ്ങനെ DFO ഓഫീസിലേക്ക് സമരം നയിക്കുക, അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങൾക്ക് ശേഷം ആനകളെ ഇവിടുന്ന് തുരത്താനുള്ള ഒരു അനുമതി കിട്ടി. വിട്ടത് അത് പിന്നെ ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന 50 കൊല്ലം ആയിട്ട് ഇപ്പം ഈ 2-3 വർഷമായിട്ട് ആണിപ്പോ ഭയങ്കര പേടിയാണ്. കാരണം കാര്യം ആരെയും ആക്രമിച്ചിട്ടില്ലേലും ആനാന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ്. ചെറിയൊരു ഒച്ച കേൾക്കുമ്പോഴേക്കും ആന വന്നതാണോ എന്നുള്ളൊരു ചിന്തയായിട്ട്. ആനകൾക്ക് കഴിക്കാൻ ഇവിടെ ഫുഡില്ല. അതായത് 16ഓളം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇവിടെയുള്ള വനമേഖല. ഈ 16 സ്ക്വയർ കിലോമീറ്ററിൽ 12 സ്ക്വയർ കിലോമീറ്ററിൽ ഏകദേശം ചെങ്കുത്തായ മലകളും പാറകളും ആനകൾ ഭക്ഷിക്കാത്ത തേക്ക്, അൽപ്പീസ്യ എന്നിങ്ങനെയുള്ള വൃക്ഷങ്ങളുമാണ്. അപ്പോൾ ഒരു കാരണവശാലും ആനയ്ക്ക് ഈ പരിധി വിട്ടുള്ള ഭക്ഷണം ഇവിടെ ഇല്ല. 16ഓളം ആനകൾ വന്ന് തമ്പടിച്ചപ്പോൾ അതുങ്ങൾക്ക് ആവശ്യത്തിന് ഒരാനയ്ക്ക് പോലും പാകത്തിന് ഭക്ഷിക്കാനുള്ള ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് അവർ ആനകളെ ഇവിടുന്ന് തുരത്താൻ ഫോറസ്റ്റ് അധികാരികൾ വരെ നിർബന്ധിതരായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഭക്ഷണമില്ലാത്ത ആനകൾ പാനിക്കാവുകയും 6 മണിക്ക് ശരിക്കും പറഞ്ഞാൽ അലാറം വെച്ച് മനുഷ്യനെ എഴുന്നേക്കുന്ന പോലെ സന്ധ്യ അവൻ നോക്കിയിരുന്ന് ഈ വിളകൾ മുഴുവൻ വന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. ആ സിറ്റുവേഷൻ മറികടക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇവർ ആനകളെ ഇവിടുന്ന് തുരത്താനുള്ള അനുമതി ലഭിച്ചത്. RRT ട്രെയിനിങ് കിട്ടിയ ആളുകളുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 60-നും 100-നും ഇടയ്ക്കുള്ള ആളുകൾ ചേർന്ന് ഈ ജനവാസ മേഖലയിൽ നിന്ന് ഉൾവനത്തിലേക്ക് ആനകളെ തുരത്തുകയാണ് ഉണ്ടായത്. എന്നിട്ട് അത് ഫെൻസിങ് ഇട്ട് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ആന ഇവിടെ അടുത്ത 2 പറമ്പിൻ്റെ അപ്പുറം ആന വന്നു മിക്കപ്പോഴും വരാറുണ്ട്. പേടിയുണ്ട്. എനിക്ക് അനക്കം കേൾക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ഈ ആനകൾക്ക് ഏതാണ്ട് 200 കിലോയോളം തീറ്റ വേണം ഒരു ദിവസം. 150 ലിറ്ററോളം വെള്ളം വേണം. അപ്പോൾ നമ്മൾ ഈ പശുവിനൊക്കെ വെട്ടിക്കൊടുക്കുന്ന പുല്ല് ഒരു കെട്ട് വേണമെങ്കിൽ ഏകദേശം ഒരു കണക്ക് ഒരു 30 കിലോയിൽ താഴെ ഉള്ളൂ. അപ്പോൾ എത്ര കെട്ട് പുല്ല് വേണം ഒരു ദിവസം 250 കിലോ ആകണമെങ്കിൽ? ആ കണക്കൊന്ന് നോക്കി. അപ്പോൾ അതുപോലെയാണ് ആനകൾക്ക് തീറ്റ വേണ്ടത്. അപ്പോൾ അത്രയും തീറ്റയൊന്നും തിന്നാൻ ഇവിടെ ആനകൾക്കില്ല. പക്ഷെ ആനകൾ ഇവിടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരുന്നു. എത്ര ആനകൾ ഉണ്ടായിരിക്കും ഒരു ഉദ്ദേശം നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ? 16ഓളം ആനകൾ ഒരേ സമയം ഇവിടെ വന്നു പോയത് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് അധികാരികളായിക്കോട്ടെ, നമ്മുടെ ആളുകളായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ. ഇപ്പോൾ എൻ്റെ പറമ്പിൽ ഒരു 5 ആന കയറിയെങ്കിൽ അടുത്ത 1 കിലോമീറ്റർ അപ്പുറം ഒരു 5 ആന കയറിയതായിട്ട് അവർ കണ്ടതായിട്ട് നമ്മളോട് റിപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ വേറൊരു 3 ആന അല്ലെങ്കിൽ ഒരു ഒറ്റയാൻ വേറൊരു സ്ഥലത്ത്. അങ്ങനെ അതിനെ കൂട്ടി ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 16 ആന വരെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പോലും 9 മുതൽ 12 വരെ ആനകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇത്രയും വിപുലമായ വനമേഖലയാണ്. വനത്തോട് ചേർന്നുള്ള നാടാണ്. ഈ ആൾ താമസമില്ലാത്ത പറമ്പുകളുണ്ട്. അവിടെയുള്ള ചപ്പിനകത്തൊക്കെ ആന ഇങ്ങനെ ഹൈഡായി നിൽക്കാം. കരയിലുള്ള ഏറ്റവും വലിയ ജീവിയാണെങ്കിലും ഒരു ചെറിയൊരു പശുക്കിടാവ് ഒളിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ ആനയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതങ്ങനെയാണ്. വലിപ്പമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വലിപ്പം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒളിക്കാനറിയാം. 16 സ്ക്വയർ കിലോമീറ്ററിൽ 12 സ്ക്വയർ കിലോമീറ്ററിൽ ആനയ്ക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണമില്ല. തേക്ക് ആന തിന്നത്തില്ല, മട്ടി തിന്നത്തില്ല. അപ്പോൾ ഭക്ഷ്യയോഗ്യമല്ല. പിന്നെ കുറച്ച് പനകളാണ് ഇതുപോലെയുള്ള. ആ 16ഓളം ആനകൾ വന്നത് ഈ പനകളും മടക്കയും തിന്ന് തീർക്കുകയും ചെയ്തു.
അപ്പോൾ ആനകൾക്ക് ഭക്ഷണമില്ല. അപ്പോൾ ഈ ശല്യം ജനങ്ങൾ രണ്ട് രീതിയിൽ പ്രതികരിക്കും. ആനകളെ ഉപദ്രവിക്കും. ഞാൻ തീറ്റയില്ലാത്ത ആനകളെ രക്ഷിക്കലാണല്ലോ ഫോറസ്റ്റുകാരുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനുമതി തന്നു. നിങ്ങളും കൂടെ കൂടണം, ഞങ്ങൾ പറഞ്ഞു വിടാം. നമ്മുടെ മാത്രം ആവശ്യമല്ല, ഇത് ഫോറസ്റ്റുകാരുടെയും കൂടി ആവശ്യമാണ്. ആനകളെ രക്ഷിക്കുക, അവരുടെ ജീവൻ നിലനിർത്തുക. ഒരാന പോലും നിൽക്കാൻ ഇടയില്ലാത്ത സ്ഥലത്താണ് 16ഓളം ആനകൾ വന്ന് നിന്നത്. അതുകൊണ്ട് അവർക്ക് അനുമതി തരാതെ പറ്റത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് അനുമതി കിട്ടിയത്. ഈ ഫെൻസിങ് ശരിക്കും ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ ഇതിൽ കറണ്ട് പാസ് ചെയ്യുന്ന ശബ്ദമൊക്കെ കേൾക്കാമല്ലോ നമുക്ക്. ഈ ഫെൻസിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. പൾസ് അനുസരിച്ച് സാധാരണ 230 വോൾട്ടിന്റെ കറണ്ട് അല്ല ഇതിനകത്ത് വരുന്നത്, DC കറണ്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് അതിന്റെ ടെക്നിക്കലൊന്നും എന്നോട് ചോദിക്കരുത്. ഇതിനകത്ത് ഇത് സോളാറിലാണ് എനർജി ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഷോക്ക് കിട്ടിയാൽ അപ്പം തന്നെ അങ്ങ് റിലീസ് ചെയ്യും നമ്മളെ. എന്നിട്ട് ഒരു പൾസ് കഴിഞ്ഞിട്ടാണ്, 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഇത് വേവ്സ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കറണ്ട് അടിച്ചാലും നമ്മളെ പിടിച്ചു വയ്ക്കും, മരണം സംഭവിക്കത്തില്ല. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്നൊന്ന് വിഡ്രോ ചെയ്യാൻ തോന്നും. ആനകൾ വന്ന് ഇതിൽ തൊടുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു ഷോക്ക് ചെറുതായിട്ട് കിട്ടും. അതോടി പിന്നെ ഇത് കാണുമ്പോൾ ആനകൾ ഇങ്ങോട്ടും അടുക്കത്തില്ല. അപ്പോൾ ഈ ഒരു എഫേർട്ട് ഇത്രയും അധികം ആളുകളെ കൂട്ടി ഈ ഒരു മിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ശരിക്കും ചെയ്തത്? അപ്പോൾ ഇത്രയും ജനങ്ങളെ ഒരേ സമയം നമ്മൾ വിളിച്ചു കൂട്ടാന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്തൊക്കെയായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്? അപ്പോൾ ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയുന്നത് പോലെ 100% നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ, ഒരു ഡിറ്റർമിനേഷൻ ഉള്ളിലുണ്ടെങ്കിൽ, ഈ നാട്ടിൽ നിന്ന് ആനയെ തുരത്തേണ്ടതിൻ്റെ ആവശ്യം ഈ നാട്ടുകാർക്കുണ്ട് എന്നുള്ളൊരു സത്യം മനസ്സിലായപ്പോൾ നമ്മളോടൊപ്പം ആളുകൾ നിൽക്കും എന്നുള്ളൊരു വിശ്വാസവും നമുക്കുണ്ടായി. അപ്പോൾ ആളുകളെ കൂട്ടം നിർത്തുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം? അപ്പോൾ രണ്ടഭിപ്രായം എന്തായാലും ഉണ്ടാവും. ചിലർ പറയുന്നു സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ആനയോട് നിൽക്കട്ടെ. ചിലർ പറഞ്ഞു ആനയെ നിങ്ങൾക്ക് ഓടിക്കാൻ സാധിക്കത്തില്ല, ആന എങ്ങനെ പോകാൻ, ഇത്രയും വലിയ ജീവിയല്ലേ. ഇപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തവരുടെയും ആനപ്രേമികളുടെയും ആന ഇവിടെ നിൽക്കേണ്ടത് റിസോർട്ട് കെട്ടാനുള്ള ചില ആളുകളുടെ ആവശ്യമാണ്. ഇവരെ എല്ലാം മറികടന്നിട്ട് 99% ഈ ആന മൂലം കഷ്ടം അനുഭവിക്കുന്നവരാണ് ഈ നാട്ടിലുള്ളത് എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുള്ളതുകൊണ്ട് അവരോട് എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയാൻ പറ്റില്ല. പനകളൊക്കെ മറിച്ചിട്ടിരിക്കുന്നത് ഇത് ശരിക്കും ആനകൾ വന്ന് ചെയ്തതാണത്? ഇത് ആനകൾ മറിച്ചിട്ടേക്കുന്നതാണ്. ഇതിലെ ഈ വഴിയെ, ഇത് PWD റോഡാണ്. ഈ വഴിയെ വണ്ടികൾ പോകുമ്പോൾ പോലും കാട്ടാനകൾ ഈ സൈഡിൽ നിന്ന് മാറാൻ കൂട്ടാക്കാതെ ഈ സൈഡിലുള്ള പനകളൊക്കെ മറിച്ച് ഇടുകയാണ്. മുള്ളിരിങ്ങാട് ഈ വനമേഖലയിൽ നിൽക്കുന്ന ആനകളെ നാട്ടുകാരും ഫോറസ്റ്റും കൂടെ അങ്ങോട്ട് ഓടിച്ചു. അവിടെ നിൽക്കുന്ന ആനകളെ അവരുടെ ശല്യം നോക്കുമ്പോൾ ഇങ്ങോട്ട് ഓടിച്ചു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കും അവരുടെ സ്വഭാവത്തിനും വിപരീതമായിട്ട് നമ്മൾ പെരുമാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആളുകളെ ഉപദ്രവിച്ചേക്കാം. അപ്പൊ ശരിക്കും ആന പിന്നെ എന്തിനായിരിക്കും ഇപ്പൊ ഈ ഇറങ്ങി വന്നേ? കുറെ നാളായിട്ട് ആയിരിക്കും. ഈ വേനൽക്കാണ് കൂടുതലും കയറി വന്നത്. അപ്പൊ വെള്ളം കുടിക്കാനൊക്കെ ഇല്ലാണ്ടായിട്ടൊക്കെ ആയിരിക്കും. വീട്ടില് വെള്ളം പറ്റിയപ്പോഴാണ് വെള്ളം കുടിക്കാനും തീറ്റ ഇല്ലാണ്ടായിട്ടൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഈ ഒരു നാട്ടുകാരനാണ്. ഈ ആനയുടെ ഉപദ്രവം കൊണ്ട് ഞങ്ങൾ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇതിന് മുന്നിട്ടിറങ്ങി ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തത് ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഇതിനകത്തോട് ഒരുപാട് സ്നേഹവും കൃതജ്ഞതയും അർപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു പുതിയ സ്ഥലം പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.